ആദ്യമായിട്ട് നമുക്ക് ഇത് വൈഫൈ ആണ് കണക്റ്റഡ് ആയെന്ന് നോക്കാം. ഇതിൽ റെഡ്മി നോട്ട് 8 എന്ന് കാണാം, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഐബോൾ ബാറ്റിൻ്റെ ഒരു വൈഫൈയും കാണാം. ഇതാണ് ഐബോൾ ബാറ്റിൻ്റെ ഒരു റൗട്ടർ. ഇതൊരു പഴയ റൗട്ടറാണ് കാണാൻ. ഞാനൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ലാൻ കേബിൾ ആണെങ്കിലും വേറെ ലൈനൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് അഡാപ്റ്റർ മാത്രം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റൂട്ടറിനെ എങ്ങനെ ഒരു വൈഫൈ റിപ്പീറ്റർ ആക്കാം അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡർ ആക്കാം എന്നാണ് നമുക്ക് നോക്കുന്നത്. വയർലെസ് റിപ്പീറ്റർ അല്ലെങ്കിൽ വയർലെസ് എക്സ്റ്റൻഡർ ആക്കാം. അപ്പോൾ അതിനായി തന്നെ നമ്മുടെ ഐ ബാറ്റണിൽ കണക്ട് ചെയ്യുക. അതിൻ്റെ ഐ ബാറ്റണിൽ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ബാറ്റൺ കണക്ട് ചെയ്യുക. ഈ റെഡ്മി നോട്ട് 8 കാണുന്നത് ഞാൻ അതിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹോട്ട്സ്പോട്ട് ഇട്ടേക്കുന്നതാണ്, അതിൻ്റെയാണ് റെഡ്മി നോട്ട് 8ൻ്റെ വൈഫൈ കാണുന്നത്. നമ്മളിപ്പോൾ റെഡ്മി നോട്ട് 8ൽ നിന്നും അത് റൗട്ടറിലേക്ക് കൊടുത്ത് അത് എക്സ്റ്റൻഡറായി റൗട്ടർ ഒരു എക്സ്റ്റൻഡർ പോലെ റെഡ്മി നോട്ട് 8ൻ്റെ ഒരു ഇൻ്റർനെറ്റ് നമ്മൾ റൗട്ടറിൽ നിന്നും ഉപയോഗിക്കാൻ പോവുകയാണ്, ഒരു എക്സ്റ്റൻഡറായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്ററായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് കണക്റ്റായി, ഐബോൾ ബാറ്റിൻ്റെ റൗട്ടർ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി കണക്റ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നോർമലായിട്ട് ഇതിൻ്റെ IP വരുന്നത് ഗേറ്റ് വേ IP വരുന്നത് 192.168.1.1 ആണ്. ഇപ്പോൾ ഐബോൾ ബാറ്റൺ തന്നെയല്ല, വേറെ ലിങ്ക് ആയാലും നെറ്റ് ഗിയർ ആയാലും TP ലിങ്ക് ആയാലും എല്ലാത്തിനും ഇത്തരത്തിലുള്ള ഒരു വൈഫൈ എക്സ്റ്റൻഡർ ആക്കാനുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ടാകും. അതിൻ്റെ IP ഒക്കെ 0.1 അങ്ങനെ മാറിയായിരിക്കാം. അതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്കിവിടെ 192.168.1.1 ആണ് അടിക്കേണ്ടത്, കാരണം ഐബോൾ ബാറ്റിൻ്റെ ഗേറ്റ് വേ അഡ്രസ്സ് വന്നിട്ട് ഇതാണ്. അപ്പോൾ അത് അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ലോഗിൻ പേജ് വരും. അവിടെ ലോഗിൻ കൊടുക്കണം. അഡ്മിൻ എന്നാണ് ലോഗിൻ പാസ്വേഡ് വരുന്നത്. ഐബോൾ ബാറ്റിൻ്റെ അഡ്മിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ഐബോൾ ബാറ്റിൻ്റെ അഡ്മിൻ പേജ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓപ്പറേഷൻ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമുക്കവിടെ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു 4 ഓപ്ഷൻസ് വരും. WISP യൂണിവേഴ്സൽ റിപ്പീറ്റർ ആക്സസ് പോയിൻ്റ് എന്ന്. നമുക്കവിടെ ഈ WISPൻ്റെ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ താഴെ തന്നെ നമ്മുടെ റെഡ്മി നോട്ട് 8 തെളിഞ്ഞു വന്നിട്ടുണ്ട്, ഓപ്ഷൻ വരുന്നിട്ടുണ്ട്. അതായത് നിലവിലുള്ള വൈഫൈകളാണ്, ഇതിൻ്റെ എക്സ്റ്റൻഡറായിട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ടത്. അതിൻ്റെ അതായത് വൈഫൈയിൽ ഏതൊക്കെ ഓണുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ ആ പേജിൽ അത് കാണിക്കും. ഇപ്പോൾ റെഡ്മി നോട്ട് 8 കാണുന്നുണ്ട്. അതായത് എൻ്റെ ഇപ്പോൾ മൊബൈൽ തന്നെയാണ് ഹോട്ട്സ്പോട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെറ്റിൽ നിന്നാണ് നമുക്ക് എക്സ്റ്റൻഡറായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വൈഫൈ പാസ്വേഡ് ചോദിക്കും. അതായത് നമ്മളുടെ മൊബൈലിൻ്റെ ഇപ്പോൾ അതായത് നമ്മൾ ഏതിനകത്താണോ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. ഇപ്പോൾ ഞാൻ ഈ പാസ്വേഡാണ് ഇതിനകത്ത് പാസ്വേഡാക്കി ഇട്ടിരിക്കുന്നത്. വൈഫൈ റൗട്ടറിൻ്റെ പാസ്വേഡ് അല്ല, ഇത് ഇത് മൊബൈലിൻ്റെ ഇപ്പോൾ റെഡ്മി നോട്ട് 8ൻ്റെ വൈഫൈ പാസ്വേഡാണ്, ഹോട്ട്സ്പോട്ട് പാസ്വേഡാണ്. സോ അങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു സേവിൽ ക്ലിക്ക് ചെയ്യുക. അത് ഒരു ഓക്കെ വരും. ഓക്കെ ജസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെ നമുക്ക് ഇതിപ്പോൾ റെഡ്മി നോട്ട് ഒരു ഫോണിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമുക്കൊരു വീട്ടിലൊരു ബ്രോഡ്ബാൻഡ് മോഡമാണുള്ളത്. അപ്പോൾ വൈഫൈ സിഗ്നൽ എത്തുന്നില്ല, റേഞ്ച് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ വീട്ടിൽ നമുക്കൊരു പഴയൊരു റൗട്ടർ കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്ര തന്നെ ചെയ്താൽ മതി, വളരെ സിമ്പിളാണത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ ഇതൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അഡാപ്റ്റർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് ഓണാക്കി വെച്ചിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു എന്താണ് പറയുക ലൈവായിട്ടൊരു വീഡിയോ ഇടുന്നത്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ഈ ബാറ്റൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് കണക്റ്റഡ് എന്നൊന്ന് കാണിച്ചു. ദാറ്റ് മീൻസ് അതിനകത്ത് നെറ്റായി. നമ്മൾ അതൊന്നും കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഈ മൊബൈലിൽ നിന്നും ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് ആ നെറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് അടിച്ചു നോക്കാം. ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇമേജ് നോക്കുകയാണെങ്കിൽ ഇത് കിട്ടും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ ഇതുപോലത്തെ റൗട്ടർ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ സിഗ്നൽ റേഞ്ച് കിട്ടുന്നില്ലെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റെയും ചെയ്യാം, മോഡത്തിൻ്റെയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ പഴയൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു റൗട്ടർ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൽ നിന്നും പഴയ മോഡലിലോട്ട് പോകാനും വളരെ എളുപ്പമാണ്. ഇപ്പോഴും ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ വേറെ ഒന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ മാറ്റി വെക്കുന്നത് തിരിച്ച് ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷനിലോട്ട് പോകുന്നെങ്കിലും ജസ്റ്റ് അധികം പാടൊന്നുമില്ല. ജസ്റ്റ് അത് ഡിസ്കണക്ട് ചെയ്യുക. ഐബോൾ ബാറ്റിൻ്റെ ഡിസ്കണക്ട് ചെയ്യേണ്ട ജസ്റ്റ് അതിൻ്റെ ലോഗിൻ പേജ് നമ്മൾ നേരത്തെ എഴുതിയ ലോഗിൻ പേജിൽ തന്നെ ഒന്നുകൂടി കയറുക. അവിടെ അഡ്മിൻ എന്ന് പറഞ്ഞ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അഡ്മിൻ പാസ്വേഡ് അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ
നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അഡ്മിൻ ആണ് അടിക്കേണ്ടത്. അഡ്മിൻ അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പേജ് ഓപ്പൺ ആകും. അവിടെ ഓപ്പറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് അവിടെ ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ സെലക്ട് ചെയ്തിട്ട് സേവ് അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്റ്റൻഡറായിട്ട് സെറ്റ് ചെയ്തിരുന്നത് ഈ റൗട്ടറിൽ നിന്നും ആ കോൺഫിഗറേഷൻ പോവുകയും ഇതിൻ്റെ പഴയ സെറ്റപ്പിലോട്ട് വരികയും ചെയ്യും. ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പഴയ റൗട്ടറുകളും മറ്റും കിടപ്പുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്റ്റൻഡർ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നൊരു സമയമാണത്. കാരണം വെച്ചാൽ പുതിയ വരുന്ന മോഡങ്ങൾക്കാണെങ്കിലും റൗട്ടർക്കാണെങ്കിലും അത്ര ഒരു വൈഫൈ കപ്പാസിറ്റി ഈ കാലങ്ങളിലില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു പഴയ മോഡം എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൗട്ടർ എന്തെങ്കിലും കിടപ്പുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ. ഇപ്പോൾ നമ്മൾ കാണാം നോ ഇൻ്റർനെറ്റ് കാണിക്കുന്നു, ബിക്കോസ് നമ്മളതിൻ്റെ കോൺഫിഗറേഷൻ മാറ്റി, അതുകൊണ്ടാണ് ഇപ്പോൾ നോ ഇൻ്റർനെറ്റ് കാണിക്കുന്നത്. സോ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പഴയ റൗട്ടേഴ്സ് ഉപയോഗിച്ച് ഒരു എക്സ്റ്റൻഡർ അല്ലെങ്കിൽ റിപ്പീറ്ററായിട്ട് ഒരു പുതിയ റിപ്പീറ്ററോ എക്സ്റ്റൻഡറോ മേടിക്കാതെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പഴയ മോഡങ്ങൾ റൗട്ടറുകൾ വെച്ചിട്ട് നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഐബോൾ ബാറ്റിൽ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇത് മാത്രമല്ല വേറെയും എല്ലാ റൗട്ടറുകളിലും നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. വേറെയും വീഡിയോസ് ഞാൻ വരുന്ന വഴിക്ക് വേറെയും മോഡലുകളുടെ എല്ലാം ചെയ്ത് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.